ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ കിച്ചണിൽ കബോർഡ് വെക്കാനായിട്ട്. ഇപ്പോഴാണ് ട്ടോ അത് എന്താണ് ചെയ്യാനായിട്ട് സാധിച്ചത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കിച്ചൺ ഇങ്ങനെയായിരുന്നു. ഒരു ഷെൽഫുകളൊന്നും ഉണ്ടായിരുന്നില്ല. 2018 നമ്മൾ വീടിരുന്നാണ്. ദാ ഇന്നാണ് നമ്മൾ കബോർഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ പോകുന്നത്. വർക്ക് ചെയ്യാനായിട്ട് ആളുകൾ എത്തിയിട്ടുണ്ട്. അവരിത് ചെയ്തു തുടങ്ങി. ഒരു ദിവസവും ഫുള്ളും പിന്നെ രണ്ടാമത്തെ ദിവസം ഒരു 2 മണിക്കൂറിൻ്റെ അടുത്താണ് ഈ കബോർഡ് സെറ്റ് ചെയ്യാനായിട്ട് അവരെടുത്ത ടൈം. താഴെ ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മുകളിൽ നമ്മൾ സിങ്കിൻ്റെ മുകളിൽ വശത്ത് ഇങ്ങനെ ഒരു ഷെൽഫും പാത്രം കഴുകി വെക്കാനായിട്ട് പിന്നെ ഓപ്പണായിട്ട് ചെറിയൊരു ഷെൽഫും കൂടിയാണ് വെച്ചിരിക്കുന്നത്. ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഇത് നമ്മൾ പാത്രം കഴുകി വെക്കാനായിട്ട്. മുകളിൽ പാത്രം കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലേറ്റുകൾ വെക്കാനായിട്ടും താഴെ ഗ്ലാസ്സുകൾ, ബൗള് അങ്ങനെയുള്ളതൊക്കെ കഴുകി വെക്കാനായിട്ടും. ഇത് അതിൻ്റെ അടിയിൽ വെള്ളം വീഴുന്നത് നമുക്ക് എടുത്ത് കളയാൻ പറ്റും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിങ്കിൻ്റെ താഴെയായിട്ടാണ് അടുത്ത ഫസ്റ്റ് ഷെൽഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ കാലിയായിട്ടാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് വലിയ ബക്കറ്റുകളോ അതൊക്കെ വെക്കാനായിട്ടും പിന്നെ സിങ്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ നേരാക്കാനൊക്കെ ആയിട്ട് ഇവിടെ കാലിയായിട്ടാണ്. അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് ഞാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പാത്രം കഴുകുന്ന ലിക്വിഡ്, സോപ്പ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വെക്കുന്നതിനായിട്ട് ഒരു എൽ ക്ലാമ്പ് കൊടുത്തിട്ട് അവരോട് തന്നെ വെച്ച് തരാൻ പറഞ്ഞാണ്. അതൊരു നല്ല യൂസായിട്ട് തോന്നി. പിന്നെ അവിടെ ഒരു വെന്റിലേഷന് കൊടുത്തിട്ടുണ്ട് സ്മെല്ലുണ്ടെങ്കിലൊക്കെ പോവാനായിട്ട്. അതിൻ്റെ തൊട്ടുള്ളൊരു ഷെൽഫാണ്. അതും കാലിയായിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ കാലിയായിട്ടുള്ള ബോക്സുകളാണ് അതിൽ ഗ്ലാസ് അങ്ങനെയൊക്കെ വേണം വെച്ചിരിക്കുന്നത്. ഇത് അതിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു ടാൻഡം ബോക്സാണ്. അതിൽ ഈ പ്ലേറ്റുകൾ അങ്ങനെയുള്ളതൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു റാക്ക് വാങ്ങിയിട്ട് നമുക്കത് പ്ലേറ്റ് അതിൽ വെച്ച് കൊടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇതൊരു കട്ട്ലറി ബോക്സാണ്. സ്പൂണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട്. ഇതിൻ്റെ തൊട്ട് താഴെയായിട്ടും ഇതേപോലത്തെ ഒരു ടാൻഡം ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ അധികം സാധനങ്ങളൊന്നും വെച്ചിട്ടില്ല. സെറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അത് അങ്ങനെ 4 ടാൻഡം ബോക്സാണ് 3 ടാൻഡം ബോക്സും ഒരു കട്ട്ലറി ബോക്സും ഒരു പുൾ ഔട്ടാണ് കൊടുത്തിരിക്കുന്നത്. പുൾ ഔട്ടിൽ 2 സ്റ്റാൻഡ് മാത്രമാണ് ഉള്ളത്. 3 എണ്ണം വരുന്ന സമയത്ത് നമുക്ക് ടൈറ്റ് ആവുമെന്ന് കരുതിയിട്ട് അങ്ങനെ 2 എണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ സിലിണ്ടർ വയ്ക്കാനായിട്ട് അവിടം കാലിയായിട്ടാണ് നമ്മൾ വിട്ടിരിക്കുന്നത്. അവിടെയും ഒന്നും ഷെൽഫുകളോ അങ്ങനെയുള്ളതൊന്നുമില്ല. പിന്നെ ഈ ഒരു സൈഡായിട്ട് നമ്മൾ ഇടയിലൊന്ന് തടുത്ത് കൊടുത്തിട്ടുണ്ട്. പ്ലേറ്റും പാത്രങ്ങൾ കഴുകിയതൊക്കെ നമുക്ക് വെക്കാനായിട്ട്. ദേ ഇങ്ങനെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഓവറോൾ ലുക്ക് വരുന്നത്. ഇതിന് മൊത്തം നമുക്ക് ചിലവ് വന്നിരിക്കുന്നത് 26,500 രൂപയാണ് ഇത് ചെയ്യാനായിട്ട് മൊത്തത്തിൽ എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞില്ലേ മുകളിൽ ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്നത്. അതിൽ ദേ ഇങ്ങനെയുള്ള ടിന്നുകളൊക്കെ നമുക്ക് വെക്കാം പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. ഷെൽഫ് ഡോറൊക്കെ ആകുമ്പോൾ അത് നമ്മൾ വെറുതെ തുറന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം കംപ്ലൈൻറ്റ് വരും. ഇതാകുമ്പോൾ ഓപ്പൺ ആക്കി ഒന്ന് വെക്കുന്നത് നന്നായിരിക്കും എന്ന് തോന്നി. സ്റ്റൗവിൻ്റെ താഴെയായിട്ടാണ് നമ്മൾ 4 ടാൻഡം ബോക്സുകൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ സ്ലാബിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഒരു ചുമരാണല്ലോ വരുന്നത്. ആ സൈഡിൽ നമുക്ക് ഈ ഷീറ്റ് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാവുമ്പോൾ അത് ഫുള്ള് നമുക്കൊരു ഭംഗി തോന്നും. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.